നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 4 റൗണ്ട് മത്സരങ്ങൾ കളിച്ചല്ലോ. ഇനിയൊരു ബ്രേക്കാണ്, ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് കളിയുള്ളൂ എന്ന് പറയുമ്പോൾ അടുത്ത മത്സരം വരുന്നത് 20-ാം തീയതിയാണ്. കുറച്ച് സമയമുണ്ട്, 2 ആഴ്ചക്കാലം സമയമുണ്ട് എന്നർത്ഥം. 20-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസിയുമായിട്ട് എവേ മത്സരം കളിച്ചുകൊണ്ടാണ് ഇനി പുനരാരംഭിക്കുക. അപ്പോൾ നിലവിൽ 4 മത്സരങ്ങൾ കളിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ കളി മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 2 സമനിലകളും 1 തോൽവിയും. 5 പോയിൻ്റ് ഉണ്ട്. നിലവിൽ 4-ാം സ്ഥാനത്താണെങ്കിലും 3 കളികൾ കളിച്ച മറ്റ് ടീമുകൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് താഴേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്തു പറയുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച്? സീസണിന് മുമ്പ് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളൊരു ടീമാണ്, സൈനികവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ. ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടിയും വന്നു. പിന്നെ പഴയ കോച്ചിൻ്റെ ഒരു സ്വാധീനമുണ്ടല്ലോ, ഇവാൻ വുക്കുമനോവിച്ച് അത്രത്തോളം ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരാളാണ്. അപ്പോൾ പുതിയ കോച്ചിനെ അംഗീകരിക്കാൻ തുടക്കത്തിൽ പലരും ഒന്ന് മടിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 4 കളി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച്, ടീമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. കളിച്ച 4 കളി, ആദ്യ കളിയിൽ പഞ്ചാബിനോട് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സ്വന്തം മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ പിന്നീട് 2-ാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയം കണ്ടു. അതിന് ശേഷം 2 എവേ മത്സരങ്ങൾ, തുടർച്ചയായ 2 എവേ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു. ആ 2 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയാവുകയും ചെയ്തു. പക്ഷേ നല്ല പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഈസ്റ്റ് ബംഗാളിനോട് ജയിക്കുമ്പോഴും 1 ഗോളിന് പുറകിൽ പോയിട്ട് 2 ഗോൾ തിരികെ അടിച്ചിട്ടാണ് വിജയിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ആ ഒരു സമനിലയിൽ പിരിഞ്ഞ മത്സരവും ബ്ലാസ്റ്റേഴ്സ് 1 ഗോൾ വഴങ്ങിയതിന് ശേഷം ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒഡീഷയ്ക്കെതിരെ പക്ഷേ 2 ഗോളിൻ്റെ ലീഡ് കൈവിട്ട് കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ നമ്മൾ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ എനർജി, താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, 1 ഗോളിന് പുറകിൽ പോയാൽ പോലും തിരികെ വരാനുള്ള ആ ഒരു പോരാട്ട വീര്യം, അതിനൊക്കെ കൈയടിച്ചേ പറ്റൂ. ഇത്രയും എനർജറ്റിക്കായിട്ട്, ഇത്രയും പാഷനേറ്റായിട്ട് ടീം പന്ത് തട്ടുന്നുണ്ടെങ്കിൽ അതിന് കൈയടിക്കേണ്ടത് അതുപോലെ സൈഡ് ലൈനിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കോച്ച് മിക്കായൽ സ്റ്റെയറിക്കാണ്. അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ കുറിക്കൊള്ളുന്ന തരത്തിലാവുന്നത് നമ്മൾ ഈ സീസണിൽ പലവട്ടം കണ്ടു. ഇന്നലത്തെ കളിയിൽ ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരല്പം ഡിലേ ആയോ എന്നൊരു തോന്നൽ ആരാധകർക്കുണ്ട്. അതും കണ്ടില്ലെന്ന് വെക്കുന്നില്ല. ഇന്നലെ പക്ഷേ ആ പെനാൽറ്റി കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പോസിറ്റീവ് റിസൾട്ടുമായേനെ. കോച്ച് കളിക്ക് ശേഷം പറഞ്ഞില്ലേ, ഈ ടീം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിജയിക്കാൻ പറ്റിയില്ല, 2 ഗോളിൻ്റെ ലീഡ് നഷ്ടപ്പെടുത്തി എന്നുള്ളത് പെയിൻഫുള്ളാണ് എന്ന് പറയുമ്പോൾ പോലും ഓവറോൾ മോർ പോസിറ്റീവ് ദാൻ നെഗറ്റീവ് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, പെർഫെക്റ്റ്ലി ഞങ്ങളുടെ ഗെയിം പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങൾ കളിച്ചത്. വി റിയലി ലുക്ക്ഡ് ലൈക്ക് എ ടീം ദാറ്റ് പ്ലേഡ് ഫാസ്റ്റ് ആൻഡ് അഗ്രസീവ് ആൻഡ് വി ട്രൂലി ഡിസേർവ്ഡ് ദി 2 ഗോൾസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നമുക്ക് കാണാൻ പറ്റുന്നു. ടീം വളരെയധികം എനർജറ്റിക്കായിട്ട് പോരാടുന്നു. അതും കൂടി അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെക്കുന്നുണ്ട്. ടീം വിജയിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിജയം, അതിൻ്റെ പോയിൻറ്റുകൾ ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ പോലും നിലവിൽ എനർജറ്റിക്, അതുപോലെ ഹാർഡ് വർക്കിംഗ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമുക്ക് ടീമിൽ കാണാൻ പറ്റുന്നു. അത് കോച്ചും പറയുന്നു. ഇപ്പം അസിസ്റ്റൻ്റ് കോച്ചിൻ്റെ ഒരു റിയാക്ഷന് കൂടി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുകയുണ്ട്. അദ്ദേഹം പറയുന്നത് 4 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഫുട്ബോളിൽ ചിലപ്പോൾ വളരെ ഹാഷാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിജയിക്കുക, നമ്മൾ ഡിസേർവ് ചെയ്ത പോയിൻറ്റുകൾ നേടുക എന്നുള്ളതും ഒക്കെ വരുമ്പോഴും ഈ ടീം അത്രയധികം ആവേശത്തോടു കൂടി കളിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് എല്ലാ ആസ്പെക്റ്റുകളിലും ടീം കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇൻ ജനറൽ ആ ഒരു ദി പാഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് ഓഫ് സപ്പോർട്ടേഴ്സ് ഇൻ ബോത്ത് ബിഗ് ആൻഡ് സ്മോൾ വേസ് പ്രൊവൈഡേഴ്സ് വർക്കേഴ്സ് ദി ക്ലബ്ബ് വിത്ത് ഗ്രേറ്റ് ഡോസ് ഓഫ് പോസിറ്റീവ് എനർജി എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഏതായാലും
ആരാധകരുടെ ഒരു സപ്പോർട്ടിന് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ കോച്ചാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ എടുത്തു പറയുന്നതാണ്, അതിനൊരു പ്രൈസിങ് കൊടുക്കുന്നതാണ്. അത് ഇത്തവണയും നമ്മൾ കാണുന്നുണ്ട്. ആരാധകരുടെ നല്ല സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങളിൽ നമ്മൾ കാണുന്നു, എവേ മത്സരങ്ങളിൽ പോലും സാന്നിധ്യങ്ങൾ നമ്മൾ കാണുന്നു. സോ അവരിൽ നിന്നുള്ള ഊർജ്ജം കളിക്കാരിലേക്ക് കൂടി പ്രവഹിക്കുന്ന കാഴ്ച ഈ സീസണിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് വളരെ പോസിറ്റീവാണ് എന്നല്ല പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്, സമ്മതിക്കുന്നു. ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ട്, അത് ടീമിന് തിരിച്ചടിയാകുന്നുമുണ്ട്, കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ എറേഴ്സ്, ഇപ്പം സച്ചിൻ ഇന്നലെ അദ്ദേഹത്തിന് ആ 2 ഗോളുകളും സേവബിൾ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ നോർത്ത് ഈസ്റ്റിനെതിരെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ പിന്നെയും അദ്ദേഹം ബോൾ കയ്യിൽ നിന്ന് സ്പിൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലോ ആണ് എന്നൊരു തോന്നലാണ് ഉള്ളത്. അദ്ദേഹം കൂടുതൽ മികവ് കാണിക്കേണ്ടിയിരിക്കുന്നു. സോ അവിടെ ഇൻഡിവിജ്വൽ എറർ ഉണ്ട്. പിന്നെ ഡാനിഷിൻ്റെ കാര്യത്തിൽ നിരന്തരം ഇങ്ങനെ ആരാധകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണല്ലോ. ഡാനിഷിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതുണ്ട്. രാഹുൽ KP കുറച്ചുകൂടി മികച്ച രൂപത്തിൽ ഇപ്പോൾ കളിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം സർവ്വം സമർപ്പിച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് വരണം, ഗോൾ കോൺട്രിബ്യൂഷൻസ് വരണം. ഇതൊക്കെ ആരാധകർ ആഗ്രഹിക്കുന്നതാണ്. സോ എല്ലാം അങ്ങ് മികച്ച രൂപത്തിലാണ് എന്നല്ല, നെഗറ്റീവ്സ് ടീമിനുണ്ട്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഇൻഡിവിജ്വൽ എറേഴ്സ് ടീമിനെ ബാധിക്കുന്നുമുണ്ട്. അത് എത്രയും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പോലും കോച്ച് പറഞ്ഞ പോലെ ടീം പ്രോഗ്രസ് ചെയ്യുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റൈറ്റ് പാത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.